Good morning, my dear students. Fourth type ratio, general ratiosile expenses ratio. ഇപ്പം നമ്മൾ ഏതൊക്കെ റേഷ്യോസ് പഠിച്ചു? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പഠിച്ചു, ഓപ്പറേറ്റിംഗ് റേഷ്യോ പഠിച്ചു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ പഠിച്ചു. ഇനി ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയില് അടുത്തതാണ് എക്സ്പെൻസസ് റേഷ്യോ. കേട്ടാൽ തന്നെ അറിയാം എന്ത് റേഷ്യോ ആണെന്ന്. എന്താ റേഷ്യോ? എക്സ്പെൻസസിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഏതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോ ആയിരിക്കും എക്സ്പെൻസസിന്റെ കാണാം? ഇപ്പൊ നമുക്ക് എന്ത് ചെലവുണ്ടെങ്കിലും സഹിക്കാം. എപ്പോ? വിറ്റിട്ട് നല്ല പൈസ കിട്ടുകയാണെങ്കിൽ, അല്ലെ? ലാഭം നന്നായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു വിഷയമേ അല്ല നമ്മളുടെ എക്സ്പെൻസസ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ എക്സ്പെൻസസ് റേഷ്യോ ഏതിനോട് റിലേറ്റഡ് ആയിരിക്കും? നെറ്റ് സെയിൽസ്. ഓക്കെ. അപ്പൊ എക്സ്പെൻസസ് റേഷ്യോ ഇൻഡിക്കേറ്റ് ദ റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് എക്സ്പെൻസസ് ടു നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്തായിരിക്കും റിവീൽ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിലുള്ള വേരിയേഷൻസ് എക്സ്പെൻസസിൽ. ബട്ട് സം ഓഫ് ദി എക്സ്പെൻസസ് മേ ബി ഇൻക്രീസിങ് വൈൽ സം മേ ബി ഫോളിങ്. ഈ എക്സ്പെൻസസ് ഓരോ ആക്ടിവിറ്റീസിലും വരുന്നതാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. പക്ഷെ ചില എക്സ്പെൻസസ് കൂടും, ചില എക്സ്പെൻസസ് കുറയും. ഇപ്പൊ ചില പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഗോൾഡ് അതിലൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉണ്ടാവും ചിലതിനൊക്കെ. ഇപ്പൊ എന്തായിരിക്കും അതിന്റെ എക്സ്പെൻസസ്? മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും റോ മെറ്റീരിയൽസിന്റെ പൈസ വളരെയധികം കൂടുക അല്ലെങ്കിൽ കുറയുക, അതനുസരിച്ച് എക്സ്പെൻസസ് റേഷ്യോസിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പൊ ചില എക്സ്പെൻസസ് ഇൻക്രീസിങ് ചെയ്യും, ചില എക്സ്പെൻസസ് ചിലപ്പോൾ ഡിക്രീസിങ് ചെയ്യും. ഹെൻസ് എക്സ്പെൻസസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ഈച്ച് ഐറ്റം ഓഫ് എക്സ്പെൻസസ് ഓർ ഗ്രൂപ്സ് ഓഫ് എക്സ്പെൻസസ് വിത്ത് ദ നെറ്റ് സെയിൽസ് ടു അനലൈസ് ദ കോഴ്സ് ഓഫ് വേരിയേഷൻ ഓഫ് ദി ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പൊ ഈ എക്സ്പെൻസസ് റേഷ്യോയിൽ എന്താണ് നമ്മൾ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ്? ഓരോ എക്സ്പെൻസസിന്റെ ഇതാണ് നമ്മൾ നോക്കുന്നത്. സെയിൽസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടായിരിക്കും, പർച്ചേസസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടായിരിക്കും, ഫണ്ട് റേസ് ചെയ്യുന്നതിൽ എക്സ്പെൻസസ് ഉണ്ടായിരിക്കും, മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ എന്തെങ്കിലും വേറെ എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും, എംപ്ലോയീസിന് വേജസ് സാലറീസ് കൊടുക്കുന്നതിൽ അവർക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, അവരുടെ വെൽഫെയർ മെഷേഴ്സ് എടുക്കുന്നതിൽ എക്സ്പെൻസസ് ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ നമുക്ക് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും, ബിൽഡിംഗ്, മറ്റുള്ള മെഷീനറീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്പെൻസസ് എവിടെയൊക്കെ ഉണ്ടാവാന്ന് നമ്മൾ എല്ലാവിടെയും എക്സ്പെൻസസിന്. അപ്പൊ ഓരോ പർട്ടിക്കുലർ എക്സ്പെൻസസ് എടുത്തുകൊണ്ട് അതിന്റെ റേഷ്യോസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് നോക്കുന്നത്? എക്സ്പെൻസസ് റേഷ്യോസ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും? കോസസ് ഓഫ് വേരിയേഷൻസ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് റേഷ്യോ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഓപ്പറേറ്റിംഗ് റേഷ്യോയിലുള്ള വേരിയേഷൻസ് വരുന്നതിന്റെ കോസസ്, റീസൺസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് ഏതിനോട് റിലേറ്റഡ് ആയിരിക്കും? നെറ്റ് സെയിൽസിനോട് റിലേറ്റഡ് ആയിരിക്കും. ഓപ്പറേറ്റിംഗ് റേഷ്യോയില് ആവറേജ് ടോട്ടൽ ഓഫ് എക്സ്പെൻസസ് ആയിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പർട്ടിക്കുലർ എക്സ്പെൻസസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. എക്സ്പെൻസസ് റേഷ്യോസിലെ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതനുസരിച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എന്തുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോസിലെ വേരിയേഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ഈ എക്സ്പെൻസസ് റേഷ്യോ കാണാനായിട്ടുള്ള ഫോർമുലയാണ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഇവിടെ പർട്ടിക്കുലർ എന്നുള്ള വാക്കുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സെയിൽസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്, പർച്ചേസസ്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്, HRM ഏരിയയോട്, അങ്ങനെ 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 പല 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 എക്സ്പെൻസസ് ഉണ്ടായിരിക്കാം. അതിൽ ഏത് എക്സ്പെൻസസ് ആണ് നമ്മൾ ഇതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് നമ്മൾ അതിന്റെ റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിൽ ഇന്ന എക്സ്പെൻസസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് നമ്മൾ എന്ത് കാണേണ്ടതാണ്? ആ എക്സ്പെൻസ് അവിടെ ഇടേണ്ടതാണ്. അതുകൊണ്ടാണ് അവിടെ പർട്ടിക്കുലർ എക്സ്പെൻസ് എന്ന് വന്നത് കേട്ടോ. അപ്പൊ പർട്ടിക്കുലർ എക്സ്പെൻസ് റേഷ്യോ ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. എന്താ നെറ്റ് സെയിൽസിന്റെ ബ്രാക്കറ്റിൽ എന്നിട്ട് എഴുതിയിരിക്കണേ? റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. മനസ്സിലായല്ലോ?
ഇനി ഇൻഡിവിജ്വൽ ഓർ സ്പെസിഫിക് എക്സ്പെൻസ് റേഷ്യോ മേ ബി കാൽക്കുലേറ്റഡ് ആസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് റേഷ്യോ. അതാണ് കാണുന്നുണ്ടെങ്കിലോ കോസ്റ്റ് ഓഫ് റവന്യൂ റേഷ്യോ അതാണ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്രം നമുക്ക് ഇൻക്വയർ ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഓർ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ സെയിൽസ്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എക്സ്പെൻസസ് കാണുന്നുണ്ടെങ്കിലോ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് റേഷ്യോ ആണ് കാണുന്നുണ്ടെങ്കിലോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് കാണേണ്ടതുണ്ടെങ്കിലോ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. അങ്ങനെ ഏതാണ് കാണേണ്ടതെന്ന് പ്രത്യേകം പർട്ടിക്കുലർ ആയിട്ടുള്ള എക്സ്പെൻസസ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റംസിന്റെയാണ് കാണേണ്ടതുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഐറ്റംസ് എഴുതുക ഡിവൈഡഡ് ബൈ എല്ലാതും റിലേറ്റഡ് ടു ഇതിനോട് റിലേറ്റഡ് ആണ് സെയിൽസിനോട് റിലേറ്റഡ് ആണ് മൾട്ടിപ്ലൈഡ് ബൈ 100. എല്ലാ ഫോർമലും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, കാര്യം മനസ്സിലായാൽ മതി. ഇനി അടുത്ത റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അതിന്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പറഞ്ഞ കുട്ടികളെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എക്സ്പെൻസസ് റേഷ്യോ റിലേറ്റഡ് ടു സെയിൽസ്. എല്ലാതും മെജോറിറ്റി റേഷ്യോസ് റിലേറ്റഡ് ടു സെയിൽസ്. അവിടെയാണ് നമ്മളുടെ റവന്യൂ അപ്പടി ഇരിക്കുന്നത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എഴുതുമ്പോഴേ നമ്മൾ കാണാം നമുക്ക് 100 രൂപ ചെലവുണ്ടായി, 120 രൂപ വരവുണ്ടായി. എത്ര രൂപയാണ് പ്രോഫിറ്റ്? 20 രൂപ. എവിടെ നിന്നാണ് കിട്ടിയത്? ചെലവും വരവും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ആണ് 20 രൂപ. ആ പ്രോഫിറ്റ് കാണുന്നത് ഏതിൽ മേലായിരിക്കും? സെയിൽസ് മേലായിരിക്കും. ദാറ്റ് മീൻസ് there is a relationship between net profit and sales or revenue from operations. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് അതിന്റെ എഫിഷ്യൻസി നോക്കാം. നമ്മളുടെ മാനുഫാക്ചറിങ് നല്ലത് എഫിഷ്യന്റ് ആണ്, സെല്ലിംഗ് ആക്ടിവിറ്റീസ് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഓർഗനൈസേഷന്റെ എല്ലാ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസും വളരെ ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ട് നടക്കുന്നുണ്ടെന്നതിന്റെ തെളിവാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഈ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് ടാക്സ് കൊടുക്കുന്നതിനേക്കാൾ മുൻപുണ്ട്, ടാക്സ് കൊടുത്തതിന് ശേഷമുണ്ട്. നിങ്ങൾ ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ചിട്ടില്ലേ? നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ബിഫോർ ടാക്സ് ആഫ്റ്റർ ടാക്സ് ഒക്കെ. അപ്പൊ തന്നെ ഇവിടെ നമ്മൾ എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് ശരിക്കുള്ള പ്രോഫിറ്റ് എന്താണ്? ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷമുള്ള പൈസയാണ് ശരിക്കുള്ള പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഇനി വേറൊരു ഫോർമുലയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ പ്രോഫിറ്റ്. അത് തന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഒരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. നോട്ട്ബുക്ക് എടുക്കൂ, എഴുതിയെടുക്കൂ. പ്രോബ്ലം: following is the profit and loss account of Electrometrics Limited for the year ended 31st March 2011. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്, സെയിൽസ്, അങ്ങനെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് മേലുള്ള ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, സെയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് വിറ്റിട്ടുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഒരു ഡൗട്ടും ഇല്ല ഒരു ഐറ്റത്തിലെ. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ്. എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? ഇപ്പൊ ഇത്ര നാൾ പഠിച്ചതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു വരുന്നു. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് റേഷ്യോ. ഇന്ന് വരെ എടുത്തിട്ടുള്ള എല്ലാതും ഉണ്ട്. വേഗം നോട്ട്ബുക്ക് എടുക്കൂ, ചെയ്യൂ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എടുത്താ? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എങ്ങനെയൊക്കെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഏതിൽ മേലായിരിക്കും? സെയിൽസ് മേലായിരിക്കും. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. ചെയ്യൂ. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നുണ്ടെങ്കിൽ എടുത്തെഴുതാ, നെറ്റ് സെയിൽസ് എത്രയാണെന്നുണ്ടെങ്കിൽ എടുത്തെഴുതാ. ചെയ്യ. അടുത്തത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ് അടുത്തത്. അതെങ്ങനെയൊക്കെയാണ്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. നമ്മൾ എന്താ ഇപ്പൊ തന്നെ പഠിച്ചത്? ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണത് കേട്ടോ. 80,000 ഡിവൈഡഡ് ബൈ സെയിൽസ് 5,60,000 മൾട്ടിപ്ലൈഡ് ബൈ 100.
പിന്നെ വേണമെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വേറെ തരത്തിൽ കാണാം. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയൊക്കെ കാണും? നമ്മളുടെ പ്രോബ്ലത്തിൽ നിന്ന് ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള 80,000 പ്ലസ് 30,000 അങ്ങനെ ആ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അതൊക്കെ കാണാനുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ആ ഫോർമുല ഫില്ല് ചെയ്യാം. മൂന്നാമത്തേണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എങ്ങനെയാ കാണാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് നമ്മൾ കാണാറ്? സാധാരണ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിലൊക്കെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാറില്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ വേജസ് ഉണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ, അപ്പൊ അതും കൂടി കൂട്ടേണ്ടതാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? കുറെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലുള്ളതുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലുള്ളതുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണണം. അത് ഇന്നലെ നമ്മൾ പഠിച്ചത്. അതിന് 100ൽ നിന്ന് കുറച്ചാൽ മതി. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് റേഷ്യോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിന്റെയാണ് കാണേണ്ടത്. അപ്പൊ പർട്ടിക്കുലർ എക്സ്പെൻസസ് ആണ്, ഇൻഡിവിജ്വൽ എക്സ്പെൻസസ് ആണ്. അത് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പൊ ഈ പ്രോബ്ലത്തിൽ എല്ലാതും വന്നിട്ടുണ്ട്. ചെയ്ത് പഠിക്കൂ കേട്ടോ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ചെയ്ത് പഠിക്കണില്ലേ കുട്ടികളെ? നോട്ട്ബുക്കൊക്കെ എനിക്കിന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് നോട്ട്ബുക്ക് കാണിച്ചു തരണം കേട്ടോ ഓരോരുത്തർ. ഞാൻ പറയുന്നുണ്ട് ആരൊക്കെയാണ് കാണിച്ചു തരേണ്ടതെന്ന് ഓരോ ദിവസവും ഞാൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം തൊട്ട് നമുക്ക് അറ്റൻഡൻസ് എടുക്കണം അടുത്ത ദിവസം. ഇപ്പൊ എടുക്കണ? നാളെ എടുക്കാം കേട്ടാ, അടുത്ത ദിവസം. അപ്പൊ അതോടുകൂടി ഞാൻ ഇന്ന കുട്ടികളൊക്കെ ഇന്ന് എനിക്ക് വീഡിയോ കോൾ ചെയ്ത് നോട്ട്ബുക്ക് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ എനിക്കത് സൗകര്യം പോലെ ഇന്ന സമയത്ത് ചെയ്യാൻ ടീച്ചറെ എന്ന് പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ റെഡി ആയിട്ടിരിക്കാം, വീഡിയോ കോൾ ചെയ്യാം, നോട്ട്ബുക്ക് കാണിച്ചു തരാം. സർപ്രൈസ് ആയിട്ടായിരിക്കും ഓരോരുത്തരുടെ പേര് പറയാം. മിഥുലാജ് ഞാൻ പറയും, ജസീമേ കേട്ടോട്ടാ. എല്ലാവരും റെഡി. ആദർശന്മാര് കുട്ടന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അതുപോലെ ഇത്തിരി സാമർത്ഥ്യക്കാരത്തി പെൺകുട്ടികളും ഉണ്ടാവും. അർച്ചനയൊക്കെ എഴുതുണ്ടാവോ? ശില്പ എനിക്ക് തോന്നണില്ല അവരെ കയ്യിലൊക്കെ ഉണ്ടാവുന്നു. അവരെയൊക്കെ ആദ്യം ഞാൻ പിടിക്കാം. വേഗം എഴുതി വെച്ചോട്ടാ. ശരി എന്നാ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.